സഭകൾ സഹകരിച്ചുള്ള ആ പ്രവർത്തനത്തിൻ്റെ മാർഗ്ഗരേഖ അല്ലെങ്കിൽ സഭകൾ തമ്മിലുള്ള സഹകരണം. അപ്പോൾ ഈ മാർഗ്ഗരേഖ നമുക്ക് എവിടെ കിട്ടും? അത് ബൈബിളിലാണ് ആ മാർഗ്ഗരേഖ നമുക്ക് ഉള്ളത്. അതുകൊണ്ട് ബൈബിളിൽ നിന്ന് നമുക്ക് സഹകരണത്തിൻ്റെ ഏരിയാസ് ഓഫ് കോഓപ്പറേഷൻ among the churches, അതാണ് നമ്മുടെ വിഷയം. സഭയുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സഭയുടെ ദൗത്യം ഒരു സഭ തന്നെ നടത്തുന്ന രീതിയിലല്ല കർത്താവ് അതിനെ നൽകിയിരിക്കുന്നത്. ഇതിനെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ മഹാനിയോഗം അല്ലേ? നമ്മൾ മഹാനിയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? സഭയുടെ നിയോഗം സഭയുടെ ദൗത്യം. എന്താണ് സഭയുടെ ദൗത്യം? വാട്ട് ഇസ് ദ മിഷൻ ഓഫ് ദ ചർച്ച്? സഭയുടെ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മുടെ മറുപടി? അതാണ് എല്ലാ സുവിശേഷങ്ങളുടെയും അവസാന ഭാഗത്ത് നമുക്കറിയാം. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ അത് സഭകൾ അങ്ങനെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സഭയ്ക്കോ ചെയ്തെടുക്കാവുന്ന ഒരു ദൗത്യമല്ല. സകല ജാതികളിലേക്കും പോകേണ്ട ഒരു ദൗത്യമാണ്. അതൊരു പ്രാദേശിക സഭയ്ക്കായിട്ട് തന്നെ അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം ഈ ലോകമെന്ന് പറഞ്ഞാൽ ഒരു വിഭജിക്കപ്പെട്ട ഡിവൈഡഡ് വേൾഡാണ്. ഈ ലോകം ഒരു വിഭജിതമായ ലോകമാണ്. വിഭജനത്തിൻ്റെ തോത് നമുക്കറിയാവുന്ന പോലെ ഈ കാലങ്ങളിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ വിഭജിക്കാം ആളുകളെ തമ്മിൽ എന്നുള്ള അന്വേഷിച്ച് നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പേരിൽ അങ്ങനെ മനുഷ്യർ തമ്മിൽ വിഭജിച്ച ബാബേൽ ഗോപുരം മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ പാപത്തിൽ തുടങ്ങിയതാണ്. ദൈവമായിട്ടുള്ള വിഭജനമൊക്കെ തുടങ്ങിയ അന്നാണ്. ബാബേൽ ഗോപുരത്തിൽ അത് വർദ്ധിച്ചു. ആധുനിക ലോകത്ത് അത് ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇൻ്റർനെറ്റ് കൊണ്ടൊക്കെ ലോകം ഒരു ഒരു വില്ലേജായിട്ട് മാറുകയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ വില്ലേജായിട്ട് മാറുകയല്ല, അത് വളരെയധികം അങ്ങ് മാറിപ്പോവുകയാണ്, വിഭജിതമാകുകയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പുനഃസംഗമത്തിൻ്റെ സന്ദേശമാണ്. വിജാതീയരും യഹൂദന്മാരും യവനന്മാരും അങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലാതെ ആ വിഭജനത്തിൻ്റെ മതിലുകൾ ഇടിച്ച് മാനവരാശിയെ യേശുക്രിസ്തുവിൽ ഒരു പുനഃസംഗമത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സഭകൾ തമ്മിലുള്ള സഹകരണം ഈ മേഖലയിൽ വളരെ ആവശ്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് സഭകൾ ഒരുമിച്ച് സഹകരിക്കണമെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ മഹാനിയോഗം ഒരു സഭയ്ക്കല്ല നൽകിയത്. ഒരു സഭയെ കൊണ്ട് ചെയ്തെടുക്കാനും സാധിക്കില്ല. കാരണം ഒരു സഭയ്ക്ക് ഇപ്പം വടക്കഞ്ചേരിയിലെ സഭയ്ക്ക് ലോകം മുഴുവൻ ദൗത്യ നിർവഹണം നടത്താനായിട്ട് സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഭകൾ സഹകരിക്കണം എന്നുള്ളത് ലോജിക്കലായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്കറിയാം എല്ലാ തദ്ദേശീയ സഭകളുടെയും തലവനാരാണ്? കർത്താവാണ് സഭയുടെ തലവൻ. അവൻ സഭയുടെ സഭയുടെ ശിരസാരാണ്. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദി ചർച്ച്? സഭയുടെ ശിരസാരാണ്? തലവൻ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത്. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? അവനെ സകലത്തിനും ഇത് തലയാക്കി എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കർത്താവാണ് സഭയുടെ തലവൻ. അപ്പോൾ ഒരു ആളുടെ കീഴിലായതുകൊണ്ട് എല്ലാ സഭകളും ഒരാളുടെ കീഴിൽ ഫങ്ഷൻ ചെയ്യുന്ന സഭയാണ്. അതുകൊണ്ട് തന്നെ ആ സഭയ്ക്ക് ലോക്കൽ ചർച്ചസ് ഫങ്ഷൻ അണ്ടർ വൺ ലോട്ട്. അതുകൊണ്ട് തന്നെ അവ ഒരുമിച്ച് പല മേഖലകളിലും ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് ലീഡർഷിപ്പിനെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം. ഒരു നേതാവാണെങ്കിൽ ഒരു നേതാവിൻ്റെ ഒരു പ്രസ്ഥാനമാണ് സഭകൾ. തദ്ദേശീയമായിട്ടാണ് സഭ ഇരിക്കുന്നത്. അതിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ വ്യതിരിക്തതയെല്ലാം വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു നേതാവിൻ്റെ കീഴിലുള്ള സഭകളാണ്. അപ്പോൾ പിന്നെ അത് സഹകരിക്കാണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ദൗത്യം നമ്മളുടെ സഹകരണത്തെ ആവശ്യമാക്കുന്നു. അതുപോലെ തന്നെ
ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഹെഡ് ഇപ്പം വടക്കഞ്ചേരിയിലെ സഭയുടെ ഹെഡും തൃശ്ശൂരെ സഭയുടെ ഹെഡും രണ്ടാണോ? അല്ല, എല്ലാ സഭകളുടെയും ആത്യന്തികമായിട്ടുള്ള തലവൻ ആരാണ്? കർത്താവാണ്. അടുത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹകരണം എന്നുള്ളത്, സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ മാതൃകയാണ്, അല്ലെങ്കിൽ ബൈബിൾ മാതൃകയാണ്. ഇറ്റ്സ് എ ബിബ്ലിക്കൽ മോഡൽ. നമുക്കറിയാം, പിന്നെ യെരുശലേമിൽ സഭ തുടങ്ങി, പിന്നീട് അങ്ങനെ യഹൂദയിലൊക്കെ പരന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് രേഖകളില്ല. നമുക്ക് രേഖകളിൽ അടുത്തതായിട്ടുള്ള സഭ എന്ന് പറയുന്നത് ഏതാണ്? പിന്നെ യെരുശലേമിലെ സഭ ശേഷം അന്ത്യോക്യയിലെ സഭയാണ്. അന്ത്യോക്യയിലെ സഭയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്? അന്ത്യോക്യയിലെ സഭ ഉണ്ടായത് തന്നെ എങ്ങനെയാണെന്ന് തുടങ്ങാൻ കാരണക്കാരനാരാ? അന്ത്യോക്യയിലെ സഭ പൗലോസാ? സഭയുടെ പരിപാടി പൗലോസ്. നെഗറ്റീവ്ലി ഓർ പോസിറ്റീവ്ലി ഈസ് ദ കോസ്. ഇപ്പം നമുക്കറിയാം, വിജാതീയമായിട്ടുള്ള നമുക്ക് ബൈബിൾ വായിക്കുന്ന മിക്കവാറും സഭകളെല്ലാം പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള മിഷൻ ടീമിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഈ അന്ത്യോക്യ സഭയും പൗലോസ് തുടങ്ങാനുള്ള കാരണം പൗലോസ് ഉപദ്രവിച്ച് സ്റ്റെഫാനോസിനെ കൊന്ന് അങ്ങനെ സഭയെ ഓടിച്ചു വിട്ടതാണ്. പൗലോസ് ഓടിച്ചു വിട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഭയങ്കര കൺസെപ്റ്റ് ആയിരുന്നു ആ കാര്യത്തെക്കുറിച്ച്. ഏത് ലോക സുവിശേഷീകരണത്തെക്കുറിച്ച് നമുക്ക് തോന്നത്തക്ക രീതിയിൽ അദ്ദേഹം അങ്ങനെ, നമ്മൾ വായിക്കുന്ന 8-ാം അധ്യായത്തിൽ ഇസ്ലാം സഭയ്ക്ക് വലിയൊരു ഉദരവുണ്ടായി. എല്ലാവരും ചിതറി. ആളുകൾ പോയ സ്ഥലങ്ങളിൽ അവർ സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് അങ്ങനെ ആദ്യം യഹൂദന്മാരോട് മാത്രം പറഞ്ഞു. പിന്നീട് അവർ വിജാതീയരോട് ഈ സന്ദേശം എന്ന് പറഞ്ഞു കളയാവുന്ന ചില ആളുകൾക്ക് അങ്ങനെ തോന്നി. അവർ വചനം സംസാരിച്ചു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 19-26 വരെയുള്ള വാക്യങ്ങളിൽ ഈ അന്ത്യോക്യ സഭ ഉണ്ടാകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യെരുശലേം സഭയിൽ നിന്ന് ആളുകൾ വന്നു സുവിശേഷം പറഞ്ഞു. അങ്ങനെ അവിടെ ആളുകൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവരെക്കുറിച്ചുള്ള വാർത്ത യെരുശലേമിലെ സഭയിലെത്തിയപ്പോൾ അവിടുന്ന് അവർ ബർണബാസിനെ പറഞ്ഞു വിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ബർണബാസ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിക്കുക. അവൻ എന്ന് പറയുന്നത് ബർണബാസാണ്. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തരുവാൻ തർസോസിൽ പോയി. അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർ ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. അപ്പോൾ ഈ വിജാതീയ സഭ അല്ലെങ്കിൽ യെരുശലേമിലെ സഭ, ഈ അന്ത്യോക്യയിലെ സഭ തുടങ്ങിയത് എങ്ങനെയാണ്? ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് ബർണബാസ് വന്നപ്പോൾ അവനൊരു നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനുമായിരുന്നു. അവനെന്ത് ചെയ്തു? താൻ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. മാത്രമല്ല, കർത്താവിൻ്റെ മാതൃക അതല്ല. കർത്താവിൻ്റെ മാതൃക ഒറ്റയാൾ പട്ടാളം എന്നുള്ള പരിപാടി കർത്താവിനില്ല എന്നുള്ള കാര്യം ബർണബാസിനറിയാം. കാരണം കർത്താവ് എപ്പോഴും 1-ലധികം ആളുകളെയാണ് എല്ലാ ദൗത്യത്തിനും അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? അവനറിയാം പൗലിനെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തർസോസിൽ ചെന്ന് ശൗലിനെ അവിടെ പൗലോസ് സഭയിലൊക്കെ അവിടെ സഭയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ അക്കാലത്ത് തന്നെ കൂട്ടിക്കൊണ്ട് വന്ന് അവരൊരുമിച്ച് പ്രവർത്തിച്ച് അങ്ങനെയാണ് ഈ സഭ വളർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു നല്ല മനുഷ്യൻ്റെ ലക്ഷണം എന്താണ്? അവൻ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം മറ്റുള്ളവരാളുടെ സഹകരിച്ച് ചെയ്യുന്ന, ഒറ്റയാൾ പരിപാടി ചെയ്യുന്ന, അത് ചെറ്റയാൾ പരിപാടി ചെയ്യുന്ന ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ആളുകളാണ്. അവരുടെ എന്താണ്? ഇദ്ദേഹം നല്ല മനുഷ്യനാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളാണെങ്കിൽ, വിശ്വാസമൊക്കെ ഉള്ള ആളാണെങ്കിൽ ആളുകൾ ഒരുമിച്ച്, കാരണം ആളുകളോട് ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. തന്നെ ചെയ്യുകയാണ് എളുപ്പം. അങ്ങനത്തെ ആ പരിപാടി ബൈബിളിൽ ഇല്ല. അപ്പോൾ സഭകൾ സഹകരിച്ച്, വ്യക്തിയല്ല, ഇത് തർസോസ് സഭക്കാരനും യെരുശലേം സഭക്കാരനൊക്കെ സഹകരിച്ചാണ് അന്ത്യോക്യയിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ഈ സഭകളുടെ മാതൃകയാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ദൗത്യം, അല്ലെ, ഒരു പുതിയ സ്ഥലത്ത് ദൗത്യം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ സഭകളെ സ്ഥാപിച്ച് അതിനെ വളർത്തുക എന്നുള്ളത്. സ്ഥാപനം അവർ നടത്തി, അതിൻ്റെ വളർച്ചയിലൊക്കെ സഭകൾ സഹകരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അടുത്തതായിട്ട് ഈ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത് അത് വിശ്വാസികളുടെ ഐക്യത്തിൻ്റെ ഒരു പ്രകടനമാണ്. യോഹന്നാൻ്റെ വിശേഷം 17:31 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അപ്പം നമ്മൾ ഒരുമിച്ചാകുന്നത്, അവരെല്ലാവരും ഒന്നാകുക, അവരൊരുമിച്ച് നിന്ന് ഈ ദൗത്യം ചെയ്യുന്നത് നീ എന്നെ അയച്ചു എന്ന് ലോകം
വിശ്വസിക്കാനായിട്ട് ഇടയായി തീരുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ സാക്ഷ്യമാണ് ഐക്യം, സ്നേഹം, സഹകരണം, ഇങ്ങനെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള മാതൃകകൾ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാനുള്ള വിളിയാണ് എൻ്റെയും നിങ്ങളുടെയും, അല്ലെങ്കിൽ അനൈക്യത്തിൻ്റെയും പകയുടെയും നിസ്സഹകരണത്തിൻ്റെയും അല്ല, സഭകൾ അല്ലേ. അങ്ങനെ ഈ ഐക്യത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് മഹാനിയോഗത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നാലാമത്തെ കാര്യമാണ് സഭയുടെ ഐക്യത്തിൻ്റെ പ്രകടനമാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അത് സഭകളുടെ ഐക്യമാണ്. കർത്താവ് അത് ഉദ്ദേശിച്ച കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കൃപാവരങ്ങളുടെ ശുശ്രൂഷ നമുക്ക് ലഭിക്കും. ഓരോ സഭയ്ക്കും അതുല്യമായിട്ടുള്ള ദാനങ്ങളും വിളികളും ഉണ്ട്, ഓരോ സഭയിലുമുണ്ട്. നമുക്കറിയാം എല്ലാ സഭകളും ഒരേപോലെ എല്ലാ കൃപാവരങ്ങളും എല്ലാ സഭയിലും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല, ഇല്ലേ? അത് നമുക്കറിയാവുന്നതാണ്. കർത്താവ് ഇപ്പം നമുക്കറിയാം എന്തൊക്കെയാണ് കൃപാവരങ്ങൾ, ഇതൊക്കെയാണ് കൃപാവരങ്ങൾ. വിശ്വാസികൾക്കുള്ള കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ സഭയുടെ നേതൃത്വത്തിലുള്ളവരാണ്. നമുക്ക് കൃപാവരങ്ങളെക്കുറിച്ച് അറിയാം. കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിലെ പല സ്ഥലങ്ങളിലും അത് വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റോമാലേഖനത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലുള്ള കൃപാവരങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ 6 മുതൽ വായിച്ചാൽ 5 മുതൽ റോമാലേഖനം 12-5 മുതൽ വായിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണ് നിങ്ങൾ താഴോട്ട് പറഞ്ഞു വരും, പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി, നമുക്ക് എല്ലാത്തിനും സമയമില്ലല്ലോ. കൃപ ലഭിച്ചു തന്നെ വെവ്വേറെ വരമുള്ളതിൽ പ്രവചനമെങ്കിൽ പ്രവചനവരം, ശുശ്രൂഷാവരം, ഉപദേശിക്കുന്ന വരം, പ്രബോധിപ്പിക്കുന്ന വരം, ദാനം ചെയ്യുന്ന വരം, ഭരിക്കുന്ന വരം, കരുണ കാണിക്കുന്ന വരം, അല്ലേ, അങ്ങനെയുള്ള ധാരാളം വരങ്ങളെക്കുറിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അങ്ങനെ എല്ലാ സഭകളിലും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ പല സഭകൾ ഒരുമിച്ച് ദൈവവചനം പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും മിഷൻ അല്ലെങ്കിൽ നേതൃത്വത്തെയും മിഷണറിമാരെയൊക്കെ ഒരുമിച്ച് അവർ നിൽക്കുമ്പോൾ ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷ എല്ലാവർക്കും കിട്ടും. അങ്ങനെ ആ സഭകളുടെ എല്ലാം വളർച്ചയിലേക്ക് അത് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 3 യോഹന്നാൻ വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്ന യോഹന്നാൻ പറയുന്നത് അവിടെ ഒരു മിഷൻ ടീം തന്നെ ഇങ്ങനെ സഭകളിൽ ഇങ്ങനെ പോയി അവിടെ വിസിറ്റ് ചെയ്ത് ചില നാളുകൾ അവിടെ താമസിച്ച് അവരെ വചനം പഠിപ്പിച്ച് അവരെ വളർത്തുന്നതായിട്ട് നമുക്ക് 3 യോഹന്നാനിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ പരിചയമുള്ള പുസ്തകം, നിങ്ങളൊന്ന് ചെറിയ ഒരു പുസ്തകമാണല്ലോ, അത് പഠിച്ചാൽ മതി. ഗയോസിൻ്റെ വേണ്ടി അങ്ങനെ അഡ്രസ്സ് ചെയ്ത് എഴുതുമ്പോൾ യോഹന്നാൻ ആ കാര്യത്തിൽ ഒരു ടീം അങ്ങനെ പല സഭകളിലുള്ള ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പല കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഒരു സഭയിൽ ലഭിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യേക പുതിയ സഭയൊക്കെ ആകുമ്പോൾ അതിൻ്റെ വളർച്ചയെ അത് സഹായിക്കും. അതുപോലെ തന്നെ സഭകൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് എതിർപ്പുകളെ നേരിടാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് സഭയുടെ സഹകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ പീഡനങ്ങളെയും വെല്ലുവിളികളെല്ലാം സഹിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക കൃപ കിട്ടും. നമ്മുടെ ഭാരതത്തിലൊക്കെ ഇപ്പം സഭകളെ പീഡിപ്പിക്കുക എന്നുള്ള പരിപാടിയുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ. അപ്പോൾ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അവർക്ക് ഒരുമിച്ച് അതിനെ നേരിടുവാനായിട്ട് സഹായിക്കും. അവർക്ക് എതിർപ്പുകളുടെ മധ്യത്തിൽ നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ധാരാളം ഗുണങ്ങൾ നമുക്ക് ഈ ഒരുമിച്ച് നിൽക്കുന്നതിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു സഭയ്ക്ക് മാത്രമായിട്ട് കർത്താവ് ഏൽപ്പിച്ച് ദൗത്യം നിർവഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തദ്ദേശീയ സഭകളുടെ സ്നേഹത്തിൽ ദൗത്യം പങ്കിട്ട് സഹകരിക്കുമ്പോൾ സുവിശേഷ ദൗത്യം വേഗത്തിലും ആഴത്തിലും ദൂരേക്കും മുന്നേറുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സഭകളെല്ലാം ഓരോ സഭകളും നമുക്കറിയാവുന്നതുപോലെ ഓരോ തദ്ദേശീയ സഭകളും കർത്താവിൻ്റെ പരിപാടിയാണ്. അവയുടെ എല്ലാ കാര്യങ്ങളും അവിടെയാണ്, അല്ലേ? കർത്താവിനെ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് തദ്ദേശീയ സഭകളുടെ 7 സഭകളുടെ മധ്യത്തിലാണ്. ഈ സഭകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാരണം എന്താണ്? അടിസ്ഥാനം എന്താണ്? ഇപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 പൊൻനിലവിളക്കുകൾ, അല്ലേ? നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയ കർത്താവ്. അപ്പോൾ ഈ സഭ ഇപ്പോൾ എഫെസോസിലെ സഭയും സ്മിർനയിലെ സഭയും എന്നുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇങ്ങനെയാണ് അവരിങ്ങോട്ടാണ്. ഇതൊരു സൈക്കിളിൻ്റെ എന്താ പറയുക, ഇതിനെന്താ പറയുക, സ്പോക്സ് പോലെയാണ്, അല്ലേ? അതിങ്ങനെയാണ്. ആ ഒരു സഭ കർത്താവായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഈ സഭ കർത്താവായിട്ട്. അപ്പോൾ ഇവരുടെ ബന്ധം തന്നെ കർത്താവിലുള്ള ബന്ധമാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലാണ്.
അതേസമയം തന്നെ ഇവരുടെ ഹെഡ് ഒരാളാണെന്നുള്ളതാണ്. ഇവർ കർത്താവിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവിലുള്ള സ്നേഹവും ബന്ധവും വേണം. അതേസമയം അവർ ഓരോരുത്തരും അങ്ങനെ വ്യത്യസ്തരായിട്ട് എഫെസോസിലെ സഭയാണ്. അത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അത് നിലനിർത്തിക്കൊണ്ടുള്ള സഹകരണമാണ് നമ്മൾ ദൈവവചനത്തിൽ കരുതുന്നത്. അപ്പം നമ്മളതിൻ്റെ പ്രാധാന്യമാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത്. അടുത്തതായിട്ട് നമുക്ക് സഹകരണത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ ബൈബിളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏരിയാസ് ഓഫ് കോപ്പറേഷൻ, സഭകൾ തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഏരിയാസ് ഏതൊക്കെയാണ്? അപ്പോൾ ഞാൻ സഹകരണത്തിൻ്റെ മേഖലയെക്കുറിച്ച് ബൈബിളിൽ പെട്ടത് എനിക്ക് ഈ അസൈൻമെൻറ്റ് കിട്ടിയ ശേഷം എൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. അപ്പോൾ തിരക്കിനിടയ്ക്ക് ഞാനതിനെക്കുറിച്ച് ദൈവവചനം ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ 3 മേഖലകളാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. 3 ഏരിയാസ് ഓഫ് കോഓപ്പറേഷൻ. സഭകൾ തമ്മിലുള്ള സഹകരണത്തിന് 3 മേഖലകളാണ് ദൈവവചനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ദ ഏരിയ ഓഫ് മിഷൻ, ദൗത്യത്തിൻ്റെ സഭയെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം, അതിൻ്റെ മേഖലയിൽ സഹകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 2, ഉപദേശത്തിൻ്റെ മേഖലയിലാണ് അവർ സഹകരിച്ചത്. ഉപദേശത്തിൻ്റെ ഡോക്ട്രിൻ, ദ ഏരിയ ഓഫ് ഡോക്ട്രിൻ. 3, ദ ഏരിയ ഓഫ് ഫിനാൻസ്, സാമ്പത്തിക മേഖലയിൽ. ഇങ്ങനെ 3 മേഖലകളിലാണ് തദ്ദേശീയ സഭകൾ തമ്മിൽ ഉള്ള സഹകരണത്തെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ബൈബിളിലില്ലാത്ത എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ചർച്ചയിൽ ഇതിനെ ബൈബിളിലെ പ്രമാണങ്ങൾ ലംഘിക്കാതെ സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ചർച്ചയിൽ കാണാം. അപ്പോൾ ഒന്നാമത്തെ ഏരിയ, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് ദ മിഷൻ ഏരിയയിലുള്ള സഹകരണം. അപ്പോൾ സഭയുടെ ദൗത്യത്തിന് നമുക്കുള്ള ബൈബിളിലെ ബ്ലൂ പ്രിൻ്റ്, അല്ലെങ്കിൽ ഈ കർത്താവ് സഭയെ ഏൽപ്പിച്ച് സർവ്വജാതികളെയും കർത്താവെ പഠിപ്പിച്ചതൊക്കെയും എന്താണ് ദൗത്യം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഇതാണ് പ്രമാണിക്കണം. എന്ത് ചെയ്യണം? കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഒരാൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? അവനെ പഠിപ്പിക്കണം. കർത്താവ് പഠിപ്പിച്ചതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് മതിയോ? ഇവനെ കൊണ്ട് എന്ത് ചെയ്യണം? ഇവനെ ചെയ്യുന്നവനാക്കി മാറ്റണം. ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ ഈ പ്രമാണം നീ അപ്ലൈ ചെയ്യാൻ പറയണം. നമ്മൾ പഠിച്ചില്ല, കുട്ടിയോട് ഞാൻ പറയുന്നത് പറഞ്ഞില്ലേ, തൃശ്ശൂർ സഭയിൽ ഞാൻ. അപ്പോൾ ഒരു കുട്ടിക്ക് അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു സാധനം വേറൊരാളെ എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ചെയ്യാനുള്ള മാറ്റ്, ഒരു കുട്ടിയുടെ മാറ്റ്, നമ്മുടെ ഒരു വിശ്വാസിയാണ്. അപ്പോൾ അവളുടെ സീനിയർ അവൾക്ക് രണ്ടുപേരും ഒരേ സമയത്ത് ചെയ്യുന്ന വൈകുന്നേരമൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇവളുടേതാണ്. പക്ഷേ ഇവിടെ എഴുന്നേറ്റ് ചെയ്യുക. ഇവർ ഒരേ റൂമിലാണ്, 3-4 കുട്ടികളുള്ള. എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോകും, സീനിയർ എടുത്തുകൊണ്ട് പോകും. അടുത്ത ദിവസം അങ്ങനെ തന്നെ. ഇവരോട് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഭയങ്കര വിഷമം, ഭയങ്കര ക്രോധമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഏതായിരുന്നു വാക്യം നമ്മുടെ? ഏതായിരുന്നു? മത്തായി സുവിശേഷം 5-ാം അധ്യായം. കർത്താവ് നിന്നെ ഇതാണ് 40 അല്ലേ, നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നു, നിൻ്റെ പുതപ്പം വിട്ടുകൊടുക്കുക. അപ്പം ഞാൻ ചോദിച്ചത്, ഇതിൻ്റെ ബൈബിളിൽ എന്താ പറയുന്നത്? നിന്നോട് നിൻ്റെ മെഹറ്റ് അവൾ ബലവാട് ദർ യു മസ്റ്റ് ഹാവ് ടു അപ്ലൈ ദ പ്രിൻസിപ്പിൾ. നീ പഠിച്ചിട്ടുള്ള പ്രമാണം അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അവൾ അപ്ലൈ ചെയ്തു. അവൾ വേറെ കൊടുത്ത് ചേച്ചി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ വേറെ മേടിച്ചോളാം. അവൾ വേറെ മേടിച്ചു. നമ്മളതാ കർത്താവ് പറഞ്ഞത്. ഇതാണ് പ്രമാണിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് ശിഷ്യന്മാരാക്കാൻ പറയാം. ഒരാൾ ചുമ്മാ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു, ഞാനത് എൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടം വരുമ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നു, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്താൽ നിങ്ങൾ ആരാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോലെ ചെയ്യുന്നു. അതല്ല ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ. അതല്ല ക്രിസ്തീയത. ഈ പ്രമാണങ്ങൾ പഠിക്കുക, അത് ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകൾ വരുമ്പോൾ അപ്ലൈ ചെയ്യുക. അതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനിത് മുഴുവൻ അപ്ലൈ ചെയ്യുന്ന ആളായിട്ട് അവകാശപ്പെടുകയല്ല, പക്ഷേ എനിക്ക് കിട്ടിയ ബോധ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിയല്ലേ? ചെയ്യുന്നുണ്ടോ എന്നുള്ള സഹോദരൻ അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം എനിക്ക് കുറവുകൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് നമ്മളെ ദൗത്യം. അപ്പോൾ ഈ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്, ഇതിനുള്ള ഈ മഹാനിയോഗത്തിന് നമ്മൾ ലോകത്തിലെമ്പാടും പോയി അങ്ങനെ ഈ ദൗത്യം കർത്താവ് പഠിച്ച കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ചത് ചെയ്യുന്ന രീതിയിൽ ആളുകളെ ആക്കിയെടുക്കുന്ന ഈ ദൗത്യം തുടങ്ങിയത് എവിടെയാണ്? അതിന് നമുക്ക് ബൈബിളിലുള്ള ഒരു രൂപരേഖ തന്നിട്ടുണ്ട്. അതെവിടെയാണ്? അപ്പോസ്തലപ്രവൃത്തി
13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള എനിക്കറിയത്തില്ല, അവിടെയല്ല മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പേ മിഷനുണ്ട്, എന്നാൽ അതിൻ്റെ വ്യക്തമായിട്ട് അത് എങ്ങനെ വേണമെന്ന് അവിടെയൊന്നും നമുക്ക് കാണുന്നില്ല. എന്നാൽ അത് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്. അവിടെ നമുക്കറിയാവുന്ന അന്ത്യോക്യ സഭയിലെ നേതൃത്വത്തിലുള്ള ആളുകളോട് പറഞ്ഞു, ഞാൻ വിളിച്ച വേലയ്ക്കായിട്ട് ബർന്നബാസിനെയും ശൗലിനെയും വേർതിരിക്കാനായിട്ട് പറഞ്ഞു. അവർ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ ഇതൊക്കെ, വായിക്കണ്ട അല്ലേ, വായിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അതിനുള്ള സമയമില്ലല്ലോ. അവരങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയച്ചു. അതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? അപ്പോൾ ഇവർ എത്ര സഭക്കാരായതിനകത്തുള്ളത്? ഇപ്പോൾ ഇവർ രണ്ടുപേരും 2 സഭയിൽ നിന്ന് വന്നവരാണ് അല്ലേ. നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണ്? സഹകരണമാണല്ലോ. അപ്പോൾ ഇവർ 2 പേരും സഹകരിച്ചാണ് ഈ സഭയെ വളർത്തിയത്. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഇനിയും അതിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് വന്നേ. 16-ാം അധ്യായം അപ്പസ്തോല പ്രവൃത്തി 16-ന്റെ 1 മുതൽ. അപ്പോൾ ലിസ്ട്ര സഭയിലെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? തിമോത്തി. അദ്ദേഹം എവിടെ കൂടി? ഈ ടീമിൻ്റെ കൂട്ടത്തിൽ കൂടി. 13-ാം അധ്യായത്തിൽ തുടങ്ങിയ ടീമിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം കൂടി. ഇനിയും നോക്കിയേ, താവോട്ട് വന്നേ, അതിൻ്റെ 6 തൊട്ട് വായിച്ച സഹോദര. അപ്പോൾ ആദ്യത്തെ ഖണ്ഡികയിൽ തിമോത്തിയോസ്, 2ാമത്തെ ഖണ്ഡികയിൽ ആരാ അവരോട് കൂടി അവരുടെ ടീമിൽ ചേർന്നത്? ലൂക്കോസ്. ഞങ്ങളെന്നാണ് പറയുന്നത് അല്ലേ. അവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലൂക്കോസ് ചേർന്നു. അപ്പോൾ ഇങ്ങനെ ലൂക്കോസ്, തിമോത്തിയോസ്, പൗലോസിൻ്റെ ടീം രഹസ്യങ്ങളിൽ വായിച്ച 10-25 പേരുണ്ട്. അപ്പോൾ ഈ ദൗത്യത്തിൽ ഈ പല വിശ്വാസികളും അങ്ങനെ ഒരുമിച്ച് സഹകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ മഹാനിയോഗം അല്ലെ ശിഷ്യന്മാരുണ്ടാക്കുക എന്നുള്ള ഈ ദൗത്യത്തിൽ. ഈ മഹാനിയോഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ മഹാനിയോഗം എന്നുള്ള പക്ഷിക്ക് 2 ചിറകുകളുണ്ട്. ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ എത്ര ചിറക് വേണം? 2 ചിറക് വേണം. അപ്പോൾ ഈ പക്ഷിക്ക് 2 ചിറകുകളുണ്ട്. അത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഒരു ചിറക് കൊണ്ട് ഈ പക്ഷി പറന്നാൽ അത് വിജയിക്കുകയല്ല. മിക്കവാറും സമയങ്ങളിൽ ചരിത്രത്തിൽ ഒരു ചിറക് കൊണ്ട് പറക്കാനായിട്ടാണ് ഈ പക്ഷി ശ്രമിച്ചത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ മഹാനിയോഗത്തിൻ്റെ 2 ചിറകുകൾ അഥവാ 2 മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമാണ്. 2 ചിറക് കൊണ്ടല്ലേ പക്ഷി പോകുള്ളൂ, അല്ല പോകുമോ? ഒരു ചിറക് കൊണ്ട് പക്ഷിക്ക് ഇറങ്ങാൻ പറ്റുമോ? വിമാനത്തിന് പോലും പറ്റുമല്ല, പിന്നല്ലേ പക്ഷിക്കല്ലേ. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ ചിറകെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് സുവിശേഷം പറയുക. ഈ ഗോസ്പൽ മെസ്സേജ് അവിശ്വാസികളോട് പറയുക, അവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ മഹാനിയോഗം എന്ന പക്ഷിയുടെ 1-ാമത്തെ ചിറക്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റൻ്റുകാർക്ക് വളരെ കുറച്ച് 2-3 നൂറ്റാണ്ടുകളായിട്ട് നന്നായിട്ട് അറിയാവുന്ന ദൗത്യം. അതുകൊണ്ട് അധികം പറയേണ്ട ആവശ്യമില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. നമ്മൾ ആളുകൾ അതിനെ അങ്ങനെ നിഗ്ലിജൻസിലേക്ക് വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്, നമ്മൾ ഒഴിവാക്കാനായിട്ട് സാധ്യതയുണ്ട്. മർക്കോസിന് വിശേഷം 13:15 കർത്താവ് എന്താ പറഞ്ഞേ? പിന്നെ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും. ഇത് ഈ ദൗത്യത്തിൻ്റെ 1-ാമത്തെ ചിറകിനെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനം ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സുവിശേഷം പറയണം. സുവിശേഷം കേൾക്കാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള ആ കാര്യം നമ്മൾ ഹൃദയത്തിൽ ഉറച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെ ഒന്ന് വായിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ കേട്ടിട്ടില്ലാതെ എങ്ങനെ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കാൻ രക്ഷിക്കപ്പെടും? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കുക? അപ്പോൾ പ്രസംഗിക്കുന്നവനില്ലാതെ. അതുകൊണ്ട് പ്രസംഗിക്കണം, സുവിശേഷം, ഇതായത് ട്രാക്റ്റ് കൊടുക്കുകയും കവലകളിൽ പ്രസംഗിക്കുകയും ചെയ്യുക എന്നുള്ള ഈ ദൗത്യത്തിൻ്റെ 1-ാമത്തെ പാർട്ടാണ്. അത് ചെയ്യുക തന്നെ വേണം. അത് ധാരാളമായിട്ട് ചെയ്യണം. കാരണം വിശ്വാസം കേൾവിയാൽ മാത്രമേ വരികയുള്ളൂ. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ. അതാണ് ഈ പക്ഷിയുടെ 1-ാമത്തെ ചിറക്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ആളുകളെല്ലാം പറഞ്ഞ് നമ്മൾ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ? ഈ പാപികളെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുത്ത് അവരെ വിശ്വാസം അവർക്കുണ്ടാക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? അതാണ് വില്യം കേറി 1793 അദ്ദേഹം വില്യം കേറി എന്ത് ചെയ്തു? കപ്പൽ കയറി ഇന്ത്യയിൽ വന്നു. വില്യം കയറി കപ്പൽ കയറാനായിട്ട് സഭ അനൗൺസ് ചെയ്തപ്പോൾ സഭയിലുള്ള മൂപ്പന്മാരെന്താ പറഞ്ഞേ?
if God wants to save the heathens of India, he will save them without you. Young man, you sit down now. ചെറുപ്പക്കാരൻ നീ അവിടെ ഇരിക്കുക, നീ അവിടെ ചെരുപ്പ് അവൻ്റെ ചെരുപ്പ് കുത്തിയ നിങ്ങളുടെ ചെരുപ്പം കുത്ത്, ഇന്ത്യയിലെ ഹീതൻസിനെ, ഇന്ത്യയിലെ വിജാതിയെ രക്ഷിക്കണം, ദൈവം രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അവർ അങ്ങനെ രക്ഷിക്കപ്പെടില്ല. എന്താ ദൈവവചനം പറയുന്നത്? കേൾക്കാതെ ഇങ്ങനെ വിശ്വസിക്കും. അപ്പോൾ സുവിശേഷം പറയും, അദ്ദേഹം എന്ത് അന്ന് കേൾക്കാതെ അദ്ദേഹം പോന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറയാനുള്ള കാരണം നമുക്കതിനുള്ള കഴിവുള്ളത് കൊണ്ടല്ല. അപ്പോസ്തല പ്രവൃത്തി 13:48 ഒരു വാക്യമുണ്ട്. എന്താണ്? 13:48 അപ്പോസ്തല പ്രവൃത്തി 13:48 ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെന്താണ്? അപ്പോസ്തല പ്രവൃത്തി 13:48 നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ട ചില ആളുകളുണ്ട്, അവർ വിശ്വസിച്ചു. അതാണ് നമുക്ക് ഇവരെ മുഴുവൻ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ഈ ഹൃദയത്തിലുള്ള പിശാചുണ്ടാക്കിയ കുരുട്ട് മാറ്റാനോ നമുക്ക് സാധിക്കുമോ? അപ്പോൾ അത് ദൈവവചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗമാണ് സുവിശേഷം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ചിറക്, അതായത് ഈ ട്രാക്റ്റ് കൊടുക്കുന്ന, നമ്മുടെ എന്താ ഭാഷ പറഞ്ഞു, അതായത് ഈ ആളുകളോട് പാപികളുടെ ചെവിയിലേക്ക് കർത്താവ് എന്താ സുവിശേഷം? നീ ഒരു പാപിയാണ്, എന്നാൽ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ നിൻ്റെ പാപത്തിന് പകരമായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ കർത്താവിൻ്റെ യാഗം നിൻ്റെ പാപത്തിന് പകരമുള്ള യാഗമാണെന്ന് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. ആ ഒരു സന്ദേശം ഇവിടെയായിരുന്നു. അപ്പോൾ ഇത് വളരെ ഏർജൻസിയുള്ള പ്രസംഗമാണ്. ഇത് വളരെ എർജൻ്റായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ എർജൻസിയിൽ ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം മുന്നറിഞ്ഞവരുണ്ട്, നമ്മൾ അവരെ ഇത് അറിയിക്കാണ്ട് അവർ രക്ഷിക്കപ്പെടുകയില്ല. അപ്പം നമ്മൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം മുന്നറിഞ്ഞ കുറേ ആളുകളുണ്ട്, അവർ നമ്മൾ പറയാതെ രക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കത് കാണണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ വായിച്ചാൽ മതി. അപ്പം ദൈവം മുന്നറിഞ്ഞ ആളുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണമെന്നാണ്. നമ്മൾ ആ ഒരു വാക്യം കണ്ടു, മുൻനിയമിക്കപ്പെട്ട വിശ്വാസം നമ്മൾ കണ്ടു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 9-10 നമ്മൾ എടുക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ്? എന്താ കാണുന്നത്? അപ്പം എനിക്ക് ഈ പട്ടണത്തിൽ വളരെ ജനമുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. അതാണ്. അതിനുശേഷം അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13:48 കൂട്ടി വായിച്ചാൽ, നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ടവരെ വിശ്വസിച്ചുകൊള്ളും, എനിക്ക് വളരെ ആളുകളോടുണ്ട്, അതുകൊണ്ട് നീ പ്രസംഗിക്കണം, അവരെ കേൾപ്പിക്കണം, എങ്കിലേ അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇത് വളരെ ഏർജൻ്റായിട്ട്, വളരെ എർജൻസി ഉള്ളതാണെന്ന് പറഞ്ഞാൽ വളരെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമാണ് ആളുകളെ ഇത് കേൾപ്പിക്കുക എന്നുള്ളത്. രസമെന്ന് പറഞ്ഞാൽ ഈ റോമാലേഖനം 9-ന്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ നരകത്തിൽ പോയിട്ട് അവർ രക്ഷിക്കപ്പെട്ടാൽ ആ നരകത്തിൽ പോകാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ പൗലോസിന് തൻ്റെ ജാതിയിൽപ്പെട്ട ആളുകൾ രക്ഷിക്കപ്പെടണം എന്നുള്ള ആ ഒരു താല്പര്യം, പാപികളായിട്ടുള്ള ആളുകളോടുള്ള താല്പര്യം നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം 9-ന്റെ 2-3 അവരെന്താ പറയുന്നത്? എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്നെൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷി പറയുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് പറയണം, ഞാൻ വിശ്വാസം ഉപേക്ഷിച്ച് പോയാൽ അവർ വിശ്വസിക്കുമെങ്കിൽ, പൗലോസാണല്ലോ അവരുടെ ഏറ്റവും വലിയ ശത്രു. പൗലോസ് ന്യായപ്രമാണത്തിനെതിരെ പ്രസംഗിക്കുന്നു, പൗലോസ് എന്താണ് ആചാരങ്ങൾക്കെതിരെ പറയുന്നത്. പൗലോസ് പറയും, ഞാൻ എന്താ കർത്താവിനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാവുന്നത്. അത്രത്തോളം നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു നമുക്കറിയാലോ, അവിടെ പറഞ്ഞ സെൻസ് അറിയാമല്ലോ, അത് സാധ്യമായിട്ടുള്ള കാര്യമാണെങ്കിലും പൗലോസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അവരുടെ മറ്റുള്ള ആളുകളുടെ രക്ഷ എന്നുള്ളത്. അതുകൊണ്ട് പാപികളോട് സുവിശേഷം പ്രസംഗിക്കണം. പൗലോസ് അവസരം കിട്ടുന്നിടത്തെല്ലാം പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-16 നമ്മൾ നേരത്തെ പിസീദ്യൻ അന്ത്യോക്യയിൽ പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഏതൻസിൽ പ്രസംഗിക്കുന്നു. അതെല്ലാം പാപികളോടുള്ളതാണ്. അതിനുശേഷം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നോക്കുകയാണ്. 22-ാം അധ്യായം, 24-ാം അധ്യായം, 26-ാം അധ്യായം എല്ലാം പൗലോസ് ഓരോ രാജാക്കന്മാരുടെ മുമ്പിൽ അവസരം കിട്ടുന്നതിനനുസരിച്ച് തൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് സുവിശേഷം പറയുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ ചിറകില്ലാതെ പക്ഷി പറക്കുകയില്ല. ഒന്നാമത്തെ ചിറക് എന്താണ്? സുവിശേഷം, ഈ സന്ദേശം പാപികളോട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ അതിന് രണ്ടാമത് വേറൊരു ചിറകുണ്ട്. അത് പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു ചിറകാണ്. അതാണ് മഹാനിയോഗത്തിൻ്റെ രണ്ടാമത്തെ ചിറക്. അത് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ മഹാനിയോഗത്തിലെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഭാഗം. എന്താണെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആളുകളുടെ ജീവിത
രൂപാന്തരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പല സഭകളിലെ ആളുകൾ ഒരുമിച്ച് സുവിശേഷ സന്ദേശം പ്രചരിപ്പിച്ച് പാപികളെ രക്ഷയിലേക്ക് നയിച്ചാൽ പോരാ, അവരെ വളർത്തുന്ന പരിപാടി വേണം. ഈ രക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയാം, ഈ മീൻ പിടിക്കുന്ന പരിപാടിയാണോ? ഇപ്പം ഞാൻ മീൻ പിടിച്ച ഒരു കടലിൻ്റെ ഒരു ഭാഗത്ത് മീൻ പിടിച്ചു, അതെല്ലാം തീരത്ത് കൊണ്ട് അവിടെ കൂട്ടിയിട്ടു. ഞാൻ പിന്നെ ഭയങ്കര മീൻ പിടുത്തതിൻ്റെ അർജൻസി, ഞാൻ അടുത്ത സ്ഥലത്ത് പോയി അവിടെ പോയി മീനെ പിടിച്ചുകൊണ്ടുവന്ന് അത് അവിടെ തന്നെ കൂട്ടിയിട്ടു. ഇങ്ങനെ ഞാൻ മാസങ്ങളോളം നടക്കുകയാണ്. ഈ പിടിച്ചിരുന്ന മീനിന് എന്ത് സംഭവിക്കും? കുറേ ചീഞ്ഞു പോകും, അല്ലെങ്കിൽ ജീവനുള്ളതാണെങ്കിൽ കുറേ പടച്ച് കടലിലേക്ക് തിരിച്ചു പോകും, കുറേ കാക്ക കുത്തിക്കൊണ്ടു പോകും, കുറേ പക്ഷികൾ കുത്തിക്കൊണ്ടു പോകും, കുറേ ചീഞ്ഞു പോകും. യഥാർത്ഥത്തിൽ ഈ പ്രോട്ടസ്റ്റൻ്റ് ലോകത്തെ നമ്മൾ പരിശോധിച്ചാൽ അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചിറക് കൊണ്ട് പറക്കുന്ന പക്ഷി പോലെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഭകളെയും ഈ ശിഷ്യത്വ ദൗത്യത്തെയും വളരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് പ്രോട്ടസ്റ്റൻ്റ്, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള വിശ്വാസം, നമ്മൾ പ്രോട്ടസ്റ്റൻ്റ് കാത്തലിക്സ് എന്നുള്ള ആൾ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് കാത്തലിക്സ്, പ്രോട്ടസ്റ്റൻ്റ് എന്നാണല്ലോ ക്രിസ്തീയ ലോകത്തെ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും നിങ്ങളോട് ചോദിക്കുകയാണ്, മീൻ പിടിക്കുന്നതാണോ, പിടിച്ച മീനിനെ പ്രിസർവ് ചെയ്യുന്നതാണോ, അല്ല അതിനെ കറി വെച്ച് അതിനെ കറി വെക്കുക, അല്ല അതിനെ പ്രിസർവ് ചെയ്യുക, അതിനെ കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ച് അതിനെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഏതാ പ്രധാനപ്പെട്ടത്? രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഏതാ അധ്വാനം കൂടുതലുള്ളത്? ഞാൻ മീൻ പിടിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ നിങ്ങൾ വലയിട്ട് കഴിയുമ്പോൾ മീൻ തന്നെ വന്ന് കയറുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ മീനിനെ കയറാനായിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. മീൻ പിടിച്ച് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രോസസ്സ് അവഗണിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചീഞ്ഞു നാറും. പല സഭകളിലെയും നമ്മൾ ഉണ്ടാകുന്ന പല സഭകളിലുണ്ടാകുന്ന പ്രശ്നം ഈ നാറ്റമാണ്. അവിടെ പിടിച്ചിട്ട മീനുകൾ അവിടെ കിടന്ന് ചീഞ്ഞ് കിടക്കുകയാണ്. അതിനെ പ്രോസസ്സ് ചെയ്യുകയോ അതിനെ, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പറഞ്ഞ കർത്താവിനെ കറി വെച്ച് സ്വാദിഷ്ടമായിട്ടുള്ള കറി കർത്താവിന് കൊടുക്കുവാനായിട്ടുള്ള ദൗത്യം മറന്ന് അങ്ങനെ അതിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ക്രിസ്തീയ പ്രോട്ടസ്റ്റൻ്റ് ലോകത്തെയാണ് നാം കാണുന്നത്. കാരണം അങ്ങനെ ഒരു ദൗത്യം ഉണ്ടെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. ഈ പ്രശ്നം സഭകളിൽ ഉണ്ടായി. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നേതൃത്വത്തിലൊക്കെ ഉള്ളവരാണല്ലോ, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രശ്നം നമുക്കുണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം മുതലേ കുറേശ്ശെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കൊക്കെയും ഏറ്റവും പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ഒരുപക്ഷെ ഏറ്റവും അധികം അവർ വളരെയധികം ആദരിക്കുന്ന ബില്ലി ഗ്രഹാമിൻ്റെ കാലത്താണ് ഈ പ്രശ്നം അതിൻ്റെ വേഴ്സായി തീർന്നത്. ബില്ലി ഗ്രഹാം എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? ആ കാലത്ത് തന്നെ സ്കോളേഴ്സും അല്ലെങ്കിൽ സഭകളെ സ്നേഹിക്കുന്ന ആളുകളും ചോദിച്ചാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ലോകത്തെ രക്ഷിക്കാൻ നടക്കുകയായിരുന്നു. ലോകത്തെ രക്ഷിക്കുന്ന ബില്ലി ഗ്രഹാമാണോ? ലോകത്തെ രക്ഷിക്കുന്ന ആരാണ്? കർത്താവാണ് രക്ഷിക്കുന്നത്. ബില്ലി ഗ്രഹാം പറഞ്ഞ സഭകൾ ആവശ്യമില്ലാന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സഭകളും സമുദായവും ഒക്കെ പറഞ്ഞ് ആളുകളെ സഭയിലേക്ക് ചേർക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് ആളുകൾ രക്ഷിക്കപ്പെടാത്തത്. അദ്ദേഹം കോട്ടയത്ത് വന്നല്ലോ. ആരാ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്? യാക്കോബായക്കാരും ഭർത്തമ്മക്കാരും കൂടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഓർത്തഡോക്സുകാർ യാക്കോബായക്കാരെ കൂടിയിട്ടാണ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ടത്. ഓർമ്മയെന്നാൽ എൻ്റെ മ്യൂസിയം വായിച്ചിട്ടുണ്ട്. ആ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹമാണ് സഭകളെ അവഗണിച്ച ആളുകളെ അങ്ങനെ വെറുതെ നടന്ന് വിശേഷം പ്രസംഗിക്കുക. രക്ഷിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ സഭകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പോയി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതാണ് ആ പ്രശ്നത്തെ ഇൻറ്റൻസിഫൈ ചെയ്തത്. എന്നാൽ നമുക്കറിയാം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചാൽ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കാൻ ദൗത്യം ഒരു സ്ഥലത്തോളം പറഞ്ഞിട്ടില്ല. എന്ത് ദൗത്യം നമ്മളെ ഏൽപ്പിച്ചത്? ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ആളുകളെ വളർത്താനാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ചിറക് കൊണ്ട് തന്നെ സഭ പറക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയുടെ പ്രാധാന്യം നിങ്ങൾ ചർച്ച ചെയ്യുകയും നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരി, നമുക്ക് ഇനി ബൈബിളിലേക്ക് വരാം. ഈ ആളുകളുടെ രൂപാന്തരപ്പെടുത്തുന്നതിനെക്കുറിച്ച് പൗലോസൊക്കെ അതിനെ എന്താ കണ്ടതെന്ന് നോക്കിയേ. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രയോഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ബൈബിളിൽ നിന്ന് എടുത്ത് നോക്കിയേ. റോമാലേഖനം 1:14-15 വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ നോക്കിയേ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം വായിച്ചേ. റോമിലുള്ള നിങ്ങളോട് റോമിലുള്ളത് ആരാ? റോമിലെ ആളുകൾ നമ്മൾ റോമിലെ ആർക്കാ ഈ ലേഖനം എഴുതിയേ? റോമിലെ സഭയ്ക്ക്. അവർ രക്ഷിക്കപ്പെട്ടവരല്ലേ?
പിന്നെ അവരോട് എന്താ സുവിശേഷം പറയുന്നത്? അപ്പം നിങ്ങൾ ഇനി ബൈബിൾ വായിക്കാൻ മനസ്സിലാക്കിക്കൊള്ളാം, പല സ്ഥലത്തും പൗലോസ് സുവിശേഷം ഉദ്ദേശിക്കുന്നത് ഈ വിശ്വാസികളെ ഉപദേശം പഠിപ്പിച്ച് വളർത്തുന്ന കാര്യമാണ്. ഞാൻ ചില സ്ഥലങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ബൈബിൾ ഗൗരവമായിട്ട് പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാകും, പല സ്ഥലത്തും സുവിശേഷം എന്ന് പറഞ്ഞാൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ സ്ട്രീറ്റ് പ്രീച്ചിങ് അഥവാ ടു ട്രാക്റ്റ് കൊടുക്കുന്ന നമ്മളുടെ ആ ഒരു പ്രസംഗം അതല്ല. ഇവിടെ ഈ റോമിലുള്ളവരോട് പ്രസംഗിക്കാനുള്ള സുവിശേഷം എന്താണ് നോക്കിയാൽ അതിൻ്റെ 11-12 വായിച്ചേ. അപ്പം അവരെ സ്ഥിരീകരണത്തിലേക്ക് നടത്താനായിട്ട് തൻ്റെ കൃപാവരം ഉപയോഗിക്കാനും മറ്റു പല കാര്യങ്ങളുണ്ട്. അപ്പസ്തലനായതുകൊണ്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ റോമിലെ ആളുകളെ വളർത്തുന്ന പരിപാടിയെയും പൗലോസ് എന്താ വിളിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്ന ആളുകളാണ്ട് പഠിക്കാൻ ശ്രദ്ധിക്കണം. ബൈബിൾ പല സ്ഥലങ്ങളിലും സുവിശേഷം ഉദ്ദേശിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഇതാ ഉദ്ദേശിക്കുന്നത്. ഏത്? ഇതിൻ്റെ രണ്ടാമത്തെ ചെറുക്കിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ വിശ്വാസികളെ വളർത്തുക, അവരുടെ ജീവിതത്തിൻ്റെയും അവരുടെ ഉപദേശം പഠിപ്പിക്കുക. അതുമാത്രമല്ല, അവരുടെ നിലപാടുകളെ ക്രമീകരിക്കുക, അവരുടെ ചിന്താഗതികളെ മാറ്റുക, അവരുടെ സ്വഭാവത്തിൽ രൂപാന്തരപ്പെടുത്താനായിട്ട് പൗലോസ് അധ്വാനിക്കുന്ന അധ്വാനത്തെയൊക്കെ പൗലോസ് സുവിശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് പാപികളുടെ അവിടെ സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിനെ ഏറ്റുപറയിപ്പിക്കുന്ന പരിപാടി കൊണ്ട് അവസാനിക്കുന്ന പരിപാടിയല്ല. അത് വലിയൊരു പ്രോസസ്സാണ്. അതിന് മൊത്തത്തിൽ ബൈബിൾ വിളിക്കുന്ന പൗലോസിൻ്റെ ഭാഷയിൽ പൗലോസ് വിളിക്കുന്നത് സുവിശേഷ പ്രവർത്തനം എന്നാണ്. നമ്മൾ സുവിശേഷ പ്രവർത്തനം അത്രേ ഉള്ളൂ. കാര്യമില്ല, നാളെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാറേണ്ട പൗലോസ് ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മളത് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ മഹാനിയോഗത്തിന് രണ്ടാമത്തെ ചിറകെന്നുള്ളത് എന്താണ്? ശിഷ്യരാക്ക് അവരെ പ്രോസസ്സ് ചെയ്യുക, ഈ മീനിനെ പ്രോസസ്സ് ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വന്ന് കുറേ മീനെ പിടിച്ച് വെച്ചിട്ട് നിങ്ങളെ ആരും അടുപ്പിക്കുന്നത്? ഈ മീൻ പിടിക്കുന്നവന് നല്ലതായിട്ട് കറി വെക്കാൻ അറിയാമോ? നല്ല കുക്കായിരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. അല്ല, മീൻ പിടിക്കുന്നവൻ ഇതിനെ പ്രോസസ്സ് ചെയ്ത് കേടാക്കാതെ ഇതിനെ കയറ്റി വയ്ക്കത്തക്ക രീതിയിൽ ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ അറിയാമോ? അറിയത്തില്ല. അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ പിടിച്ച മീനാണ് നിങ്ങളാരെടുക്കുമെന്ന് പറഞ്ഞാൽ അവനങ്ങ് ആളുകൾ അടുപ്പിച്ചില്ലെങ്കിലോ? അതാ പറഞ്ഞു, ഇത് സഹകരണത്തിൻ്റെ പ്രവർത്തനമാണ്. ഒരാൾക്ക് പിടിക്കാനായിരിക്കും കഴിവുള്ള, മറ്റേയാൾക്ക് അതിനെ വെട്ടാനായിരിക്കും കഴിവുള്ള, അതിന് മറ്റേയാൾക്ക് അതിൻ്റെ പ്രോസസ്സ്, ഓരോരോ പ്രോസസ്സുകളിലായിരിക്കും അയാൾക്ക് കർത്താവ് കൃപാവരം പലതാണ്. അപ്പോൾ ഈ മഹാനിയോഗം എന്നുള്ള ദൗത്യത്തിൽ സഹകരണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞതുപോലെ മീൻ ചീഞ്ഞു പോകുകയുള്ളൂ, അല്ലെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ടു പോകും. അങ്ങനെയൊക്കെ പല സ്ഥലത്തും സംഭവിക്കുന്നത് അല്ലേ? നമ്മൾ പിടിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടും, ആരും വേണ്ടവരൊക്കെ അതിനെ കൊണ്ടുപോകും, വല്ല ദുരുപദേശത്തിലൊക്കെ പോകും, അല്ലെങ്കിൽ കുറേ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു പോകും. ചിലത് അവിടെ കിടന്ന് പറഞ്ഞ പോലെ നാറ്റം വയ്ക്കും, ചിലത് പിന്നെ അതിൻ്റെ ബലം കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അപ്പോൾ സഭകൾ സഹകരിച്ചത് പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ ശിഷ്യരാക്കുന്ന മേഖലയിൽ സഭകൾ തമ്മിൽ വലിയ സഹകരണമാണ് നടത്തിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, ഈ സഭകൾ സഹകരിച്ച് കഴിഞ്ഞാൽ ഈ ലിസ്ട്രക്കാരനായിട്ടുള്ള തിമോത്തിയോസിൻ്റെ സഭ ലിസ്ട്രയാണ് കേട്ടോ, ലിസ്ട്ര സഭ. ശരി, നമുക്ക് 1 കൊരിന്ത്യർ 4:16-17 വായിക്കാം. അപ്പോൾ ഈ സഭകളിലുള്ള വിശ്വാസികൾ സഹകരിച്ചത് ഇതിനു വേണ്ടിയാണ്. ഈ പ്രോസസ്സിങ്ങിൻ്റെ മേഖലയിലാണ് അവരുടെ ഏറ്റവും വലിയ അധ്വാനം, അവരുടെ സഹകരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 4:16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഈ ലിസ്ട്രക്കാരനായ തിമോത്തിയോസ് എന്തിനാ കൊരിന്ത് സഭയിൽ പോയ? അവനെന്താ ഒരു കാര്യം? എന്താ എന്തിനാ പോയേ? അവരെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പോയത്, അവരെ വളർത്തുക, ഉപദേശം പഠിപ്പിക്കുക, അവരുടെ ജീവിതത്തിൽ തെറ്റ്. കൊരിന്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ? അവർ വ്യഭിചാരത്തെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല അല്ലേ? അവർക്ക് തെറ്റായുള്ള ആളുകളുടെ ബന്ധത്തെക്കുറിച്ചുള്ള പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, ആളുകൾ തമ്മിൽ പല പ്രശ്നങ്ങളില്ലാത്ത മേഖലയിൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് തിമോത്തിയോസ് വിട്ടത്. അവൻ്റെ പരിപാടി അതാണ്. അപ്പോൾ ഇതിനെ അവഗണിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിനനുവദിക്കണം, അവനവിടെ കയറാനായിട്ട് അനുവദിക്കാനാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു ഞങ്ങൾ മതി എന്ന് പറഞ്ഞ് കൊരിന്ത് ഇരുന്നാലോ? സാധിക്കുകയില്ല. എല്ലാവർക്കും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ശരി, തിമോത്തിയോസ് എഫെസോസിൽ പോയത് എന്തിനാണ്? തിമോത്തിയോസ് കൊരിന്തിൽ പോയത് നമ്മൾ വായിച്ചു. തിമോത്തിയോസ് എന്തിനാണ് എഫെസോസിൽ പോയത്? 1 തിമോത്തിയോസ് 1:3-4 വായിച്ച്. എന്താ തിമോത്തിയോസിന് എഫെസോസിൽ എന്താ കാര്യം എന്ന് നോക്കിയേ? കണ്ടോ? അവിടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് ശിഷ്യത്വം എന്നുള്ള പ്രോസസ്സിൽ ഇദ്ദേഹം ഇടപെടുകയാണ് ചെയ്യുന്നത്. തിമോത്തിയോസ് ഇല്ലാണ്ട് അവിടെ കാര്യം നടക്കുകയില്ല. കാരണം ബഹുമാനക്കുള്ള സഭ എഫെസോസിലെ സഭ, അവരോടുള്ള 20 അധ്യായത്തിൽ സംസാരിച്ചത്. ശരി, തിത്തോസ് എന്തിനാണ് ക്രേത്തയ്ക്ക് പോയത്? തിത്തോസ് 1:5. തിത്തോസ്
ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്ന ശേഷം കാര്യങ്ങളെ ക്രമത്തിലാക്കാനും നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മുമ്മാരാക്കി വയ്ക്കുക. തിത്തോസ് 1:5. അപ്പം തിമോത്തിയോസും തിത്തോസും ഒക്കെ പല സഭകളിൽ പോകുന്നത് അവരെ പഠിപ്പിച്ച് വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സഭകൾ സഹകരിക്കേണ്ട രണ്ടാമത്തെ മേഖല. ഈ ദൗത്യത്തിൻ്റെ മേഖലയിൽ ഒന്ന് സുവിശേഷം പറയുക. അതൊരിക്കലും നമുക്ക് ആ ചിറകില്ലാതെ അല്ലേ, ആ ചിറക് വളരെ ശക്തമായിട്ട് നിലനിർത്തുമ്പോൾ തന്നെ ഈ ചിറക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ ആപ്ലിക്കേഷൻ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? സഭകൾ ഒരുമിച്ച് വചനം പഠിക്കാനുള്ള ക്യാമ്പുകൾ നടത്തണം. അപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് പല സഭകളിൽ ഒരുമിച്ച് സഹോദരന്മാർക്ക് നേതൃത്വങ്ങൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പോലെ നേതൃത്വ പരിശീലനത്തിന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല സഭകളിലുള്ള വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് അനേക കാര്യങ്ങൾ ചെയ്യുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും പല സഭകളിൽ നിന്നുള്ള സഹോദരന്മാർ അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവവചനത്തിലെ മാതൃകയാണ് എന്നുള്ള കാര്യം നാം അറിഞ്ഞു. ഈ ചിറകില്ലാതെ സഭ മുന്നോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സാധാരണ ഇപ്പോൾ ഈ മേഖലയെ അങ്ങ് അവഗണിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മേഖല നമുക്ക് ഇപ്പോൾ ഈ മേഖലയിലെ അധ്വാനത്തെക്കുറിച്ച് നമുക്ക് പൗലോസിൻ്റെ അധ്വാനം എപ്പോഴും എവിടെയായിരുന്നു നോക്കിയേ. നിങ്ങൾ കൊലോസി ലേഖനം 1:28-29 വായിച്ചേ. കൊലോസി ലേഖനം 1:28-29 ഈ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നി? അവസാന വാക്യം വായിച്ചപ്പോൾ ഒരു അധ്വാനിച്ച് കിതയ്ക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഈ ഓരോ വാക്യത്തിനും ഒരു വികാരമുണ്ട് കേട്ടോ. ഇപ്പോൾ കർത്താവ് യെരൂശലേമിനെ നോക്കി യെരൂശലേമേ പ്രവാചകൻ, അപ്പോൾ അവിടെ ഒരു വികാരം എന്താണ്? കരച്ചിലിൻ്റെ ഒരു അവരോട് അല്ലേ സങ്കടത്തിൻ്റെയാണ്. ഇവിടെ എന്താണ്? അധ്വാനത്തിൻ്റെ വികാരമാണ്. ഇല്ലേ, ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് അധ്വാനിച്ച് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് നിങ്ങളെ നിർത്താൻ വേണ്ടി. അപ്പോൾ അത് വലിയൊരു അധ്വാനത്തിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് സഭയിലുള്ള മുതിർന്ന വിശ്വാസികൾ അവരുടെ ജീവിതത്തെ കർത്താവിൻ്റെ വചനപ്രകാരം ക്രമീകരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിലെ പ്രമാണങ്ങൾ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യണം. അത് കണ്ടാൽ വിശ്വാസികൾ വളരുന്നത്. നമ്മൾ തോന്നിയ പോലെ ജീവിച്ച് തോന്നിയ പോലെ സംസാരിച്ച് തോന്നിയ പോലുള്ള നിലപാടെടുത്താൽ അത് സഭകളെ തകർക്കുന്ന പരിപാടിയാണ്. ഇത് പൗലോസ് നോക്കി, ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നതാണ്. പൗലോസ് പറഞ്ഞ് എന്നെ അനുകരിക്കണമെന്ന് പറഞ്ഞില്ലേ അല്ലേ? അന്ന് പൗലോസ് പറഞ്ഞു. ഇന്നിപ്പോൾ അത് ആരുടെ ഉത്തരവാദിത്വം? അങ്ങനെ പറയാനുള്ള ഉത്തരവാദിത്വം അന്ന് പൗലോസ് അത് പറഞ്ഞു. ഇന്ന് അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഓരോ സഭകളിലുള്ള നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. വിശ്വാസികളോട് പറയും, നിങ്ങൾ എൻ്റെ ജീവിതം കണ്ടുപിടിക്കാൻ പറയണ്ട. പറഞ്ഞ വിഷമാണത്, നമുക്ക് വലിയ ക്ഷീണം ചെയ്യും. നമ്മളുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. എൻ്റെ സ്വഭാവവും എൻ്റെ പെരുമാറ്റവും എൻ്റെ നിലപാടും എൻ്റെ വർത്തമാനവും ഒക്കെ വിശ്വാസികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്, എൻ്റെ മക്കളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്, എൻ്റെ സഹവിശ്വാസികളെ സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ പുറത്തുള്ളവരെ ഭാവികളെ പോലും സ്വാധീനിക്കും അല്ലേ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദൗത്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം നമ്മളെയാണ് പിടിക്കേണ്ടത്. എന്നെ ഒരാൾ പറഞ്ഞവർ നമ്മളെ ശിക്ഷപ്പെടുത്താനാണ് പറഞ്ഞത് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ മറ്റു തവണ കുറ്റമൊക്കെ പറഞ്ഞിട്ട് അതാ കുറ്റമൊക്കെ കാണിച്ചു കൊടുത്ത് അവനെ നമുക്ക് മൂക്കയറിട്ട് നടക്കുക. എന്നെ മൂക്കയറിട്ട് ഈ വഴിയിൽ കൂടെ നടത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കിയേ, സമ്മതിക്കില്ല. നമുക്ക് എന്തെല്ലാം താല്പര്യങ്ങളുണ്ട്. നമ്മളെ കുറ്റപ്പെടുത്തുമോ? നമുക്ക് ഏറ്റവും സ്നേഹമാരോടാ? കർത്താവ് തന്നെ പറഞ്ഞെന്താണ്, നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാർ. അപ്പോൾ ആ സ്നേഹം നമ്മളോടാണ്. അപ്പം നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ ദൗത്യത്തിന് വേണ്ടി നമ്മളെ സജ്ജരാക്കുക. ഇതാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഇതാണ്. പൗലോസ് അപ്പോസ്തലനൊക്കെ ഞാൻ ചോദിക്കട്ടെ, പൗലോസ് അപ്പോസ്തലൻ ലേഖനം മുഴുവൻ എഴുതിയ ആർക്കാ? എന്തിനു വേണ്ടിയാ? ഈ രണ്ടാമത്തെ ഭാഗത്തിലല്ലേ ഈ ലേഖനം മുഴുവൻ ആർക്ക് എഴുതിയതാ? അപ്പോൾ ഇതെല്ലാം പൗലോസിൻ്റെ എഴുത്ത് മുഴുവൻ ഇവിടെയല്ലേ? പൗലോസിൻ്റെ സമയത്ത് കൂടുതൽ പൗലോസ് ചെലവഴിച്ചത് ഇവിടെ. എഴുത്തുകൾ മുഴുവൻ ഇവിടെയാണ്, വിസിറ്റേഷൻ മുഴുവൻ ഇവിടെയാണ്. അപ്പോൾ വിശ്വാസികളെ ക്രമീകരിക്കുക, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയായിട്ട് കൂടി ഒന്ന് അപ്പം മുറിക്കുന്ന പരിപാടിയല്ല സഭയെന്ന് പറഞ്ഞാൽ. അത് വേണ്ടെന്നല്ല പറയുന്നത്. അവിടെ നടക്കേണ്ട ഒരു പരിപാടിയുണ്ട്. എന്താണ്? സഭയായിട്ട് നമ്മൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിൽ വളർച്ചയുള്ളവരായിട്ട് മാറണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് പറയുന്നത്. ഇനിയും ഈ സുവിശേഷം പറയുന്നതും പിന്നെ ഈ രണ്ട് ചിറകുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും? ഏതാണ് ചൂസ് ചെയ്യുക? രണ്ടും പ്രധാനപ്പെട്ടാണ്. ഒരു ചിറക് കൊണ്ട് പറക്കാൻ പറ്റുമോ? ഈ എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്?
അതായത് സുവിശേഷം പാപികളോട് പറയുന്നതും സഭയിലെ വിശ്വാസികളെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതും തമ്മിലുള്ള ക്ലാഷ് വരാം. ഇപ്പം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കിത് ഇതിലേത് രണ്ടും ഒരേപോലെ നിൽക്കുക. ഒരു സഭയിൽ പ്രശ്നം, ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം. ഇതിലേതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മൾ തന്നെ ആളുകളെ രക്ഷിക്കല്ല. ശരി, നാം പറയും, നിങ്ങൾ പറയുന്നതിന് മുമ്പ് ബൈബിളിലെ പൗലോസ് എന്ത് ചെയ്തെന്ന് നോക്കിയേ. നിങ്ങൾ 2 കൊരിന്ത്യർ 12:13 എടുത്തേ. 2 കൊരിന്ത്യർ 2:12 എടുത്തേ. എന്നാണ് സംഭവിച്ചത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസ് ലൂക്കോസിൻ്റെ നാട്, അവിടെ വന്നപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തിക്കായിട്ട് വലിയ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം പറഞ്ഞ് പാപികളോട് പറഞ്ഞ് അവിടെ സഭ തുടങ്ങാനുള്ള വെറുതെ നമ്മൾ പോയി പ്രസംഗിക്കുന്ന പരിപാടിയല്ല. അവിടെ ആളുകൾ റെഡിയാണ്, നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വലിയൊരു വാതിലാണ്, വലിയൊരു അവസരമാണ്. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് ഏത് തിരഞ്ഞെടുത്തു? അത് വേണ്ടാന്ന് വെച്ചു. ആത്മാക്കളെ രക്ഷിക്കുന്ന തരത്തിൽ പോയി അവർ മരിച്ചു പോയി തന്നെ ഈ സുവിശേഷം പറയാതെ. പൗലോസ് തിരഞ്ഞെടുത്തേ. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഈ തിത്തോസിനെ കാണാൻ ഇത്ര മനസ്സിന് അസ്വസ്ഥത ഉണ്ടായ കാരണം എന്താ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, തിത്തോസിനെ പൗലോസ് കൊരിന്തിലേക്ക് വിട്ടിരിക്കുകയാണ്. കൊരിന്തിലെ സഭയിൽ ഭയങ്കര പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ കൊരിന്തിലെ സഭ കൊരിന്തിൽ വായിച്ചിട്ടില്ലേ? അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അത് പരിഹരിക്കാൻ വേണ്ടി 1 കൊരിന്ത്യർ എഴുതി. എന്നിട്ട് പറഞ്ഞ് തിമോത്തിയോസിനെ ഞാൻ അയക്കുന്നുണ്ടെന്ന് വായിച്ചിട്ടുണ്ടോ? ലേഖനത്തിൻ്റെ 14-ാം അധ്യായത്തിലുണ്ട്, ഞാൻ തിമോത്തിയോസിനെ അയക്കുകയാണ്, അവൻ എവിടെയും ഞാൻ ഉപദേശിക്കുന്ന കാര്യം തന്നെ ഉപദേശിക്കും, അതുകൊണ്ട് അല്ല അവനെ അയക്കുന്നവരെ. അപ്പം തിത്തോസ് ആദ്യം ലേഖനം എഴുതി തിമോത്തിയോസിനെ അയച്ചു. പിന്നെ അതുകൊണ്ട് ശരിയാകാണ്ട് തിത്തോസിനെ അയച്ചു. പിന്നെ തിമോത്തിയോസ് പോയി കുറേ ക്രമീകരിച്ചു. പിന്നെ അവരെങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി പിന്നെ തിത്തോസിനെ അയച്ചു. അപ്പോൾ ഈ തിത്തോസിനെ അയക്കുമ്പോൾ പത്തോസിനെ അവിടെ നിന്ന് മെസ്സേജ് അയക്കാനായിട്ട് അന്ന് മൊബൈലൊന്നും അങ്ങനെ റേഞ്ച് ഇല്ലായിരുന്നു അവിടെ. കാരണം ഇയാൾ തിരിച്ചു വരണം. അപ്പോൾ കൊരിന്തിലെ സഭയിൽ എന്താ സംഭവം? ഇവരെൻ്റെ എഴുത്തുകളോടും തിമോത്തിയോസിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ശേഷം അവരെങ്ങനെ ഇതിനോട് പ്രതികരിച്ചു എന്നുള്ള കാര്യം പൗലോസിന് അറിയത്തില്ല. ആ സഭ കർത്താവിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അതറിയണമെങ്കിൽ തിത്തോസ് തിരിച്ചു വരണം. അപ്പോൾ അവനെ സന്ധിക്കാനുള്ള, അവനിങ്ങോട്ട് വരില്ല, അവൻ മക്കതോനിയിലാണ് വരുന്നത്. അപ്പോൾ അവനെ കാണാനുള്ള, ആ സഭയിലെ കാര്യം അറിയാൻ, അവിടുത്തെ സഭയിലെ കാര്യങ്ങൾ അറിയാനുള്ള, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ശരിയായിട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പൗലോസ് തീരുമാനിച്ചത്. നിങ്ങൾ നോക്കിയാൽ, നിങ്ങളെ ശ്രദ്ധിച്ചാൽ അങ്ങനെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഈ വാക്യങ്ങൾ നിങ്ങൾ അങ്ങനെ വായിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ വായിച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. അതങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു വായനയൊക്കെ വായിച്ചു വിട്ടാൽ എന്ന് പറഞ്ഞാൽ ത്രോവാസിലെ പോയി പ്രവർത്തിക്കാനായിട്ട് പൗലോസിന് മനസ്സ് വരുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ് ഇംഗ്ലീഷിൽ പറയും, എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. കയ്യിലുള്ള ഒരു പക്ഷിയാണ് പുറത്ത് നടക്കുന്ന 2 പക്ഷിയെക്കാട്ടിലും വിലയുള്ളത്, പ്രാധാന്യമുള്ളത്. എന്ന് പറഞ്ഞാൽ വീടിന് തീ പിടിക്കുമ്പോൾ എന്താ ഒരാൾ ചെയ്യുക? തീ അണയ്ക്കുകയാണ്. പുതിയ വീടിൻ്റെ രൂപരേഖ എന്തായെന്ന് നോക്കാൻ പോവാണോ? കൊരിന്തെന്നുള്ള വീടിന് തീ പിടിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ ഗൃഹത്തിന് തീ പിടിച്ചിരിക്കുകയാണ്. അത് കെടുത്തിയിട്ടാണ് അടുത്ത പരിപാടി എന്നാണ് പൗലോസിൻ്റെ പരിപാടി അതാണ്. അപ്പോൾ ഈ 2 ദൗത്യങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ വാട്ട് ഈ ചൂസ്? സഭ എങ്ങനെയാണ് പോട്ടെ, അതങ്ങനെ കൊരിന്തിന് നന്നാവുമോ? കൊരിന്തിനെ അത് നന്നാവുന്നില്ല, നമുക്ക് വേറെ പ്രവർത്തനം നടത്താം. അതാണ് ഇന്നത്തെ കാലത്തെ ആളുകളുടെ പരിപാടി. ഇന്നത്തെ വലിയ ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല പൗലോസ് ചെയ്തത്. അത് പൗലോസിൻ്റെ മാതൃക അല്ല എന്നുള്ള കാര്യം. അതായത് സഭയിലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എങ്കിൽ അത് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ബൈബിളിൽ നമ്മൾ കാണുന്ന സ്പിരിറ്റ് അല്ല. അതുകൊണ്ട് സഭയിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് പൗലോസ് തയ്യാറായി. പിന്നെ പൗലോസ് ത്രോവാസിൽ എനിക്ക് പ്രവർത്തിക്കായിട്ടൊരു വാതിൽ തുറന്നു കിട്ടിയെന്നാണ് അല്ലേ? ഇട്ടേച്ച് പോന്നു. പൗലോസ് എന്ത് ചെയ്തു? അവിടെ പ്രവർത്തിച്ചോ ഇല്ലയോ? ത്രോവാസിലെ സഭയുണ്ടോ ഇല്ലയോ? ത്രോവാസ് സഭയുണ്ടോന്നല്ല, അവിടെ ഒരു സഹോദരൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം. ആരാ ത്രോവാസിലെ സഹോദരൻ്റെ പേര് പറഞ്ഞേ? നമ്മുടെ ഉറക്കത്തിൻ്റെ മധ്യസ്ഥൻ. സഭയിൽ ഉറക്കത്തിൻ്റെ മധ്യസ്ഥൻ ആരാണ്? ഉറങ്ങുന്ന ആളുകളുടെ മധ്യസ്ഥൻ ആരാണ്? പറ. യൂത്തിക്കോസ്. യൂത്തിക്കോസ് ഏത് സഭക്കാരനാ?
അതറിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായത്തിലേക്ക് വന്നേ. പൗലോസ് അവിടെ പിന്നെ പോയി പ്രവർത്തിച്ചു. അവിടെ സഭയുണ്ട്, അവിടുത്തെ സഹോദരൻ നമുക്ക് നല്ല പരിചയമാണ്. ഇത്രയും പേരുടെ പൗലോസ് പ്രവർത്തിച്ചെന്നില്ലെന്നല്ല, പ്രവർത്തിച്ചു. ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചിട്ട് അവിടെ പോയി പ്രവർത്തിച്ചു. നോക്കിയേ അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 20:6 വായിച്ചേ. പിന്നെ അത്ര അദ്ദേഹം പുതിയ പ്രസംഗം കേട്ട് ബോധം കേട്ട് വിടുന്ന അവിടെയാണ്. അവിടെ സഭയുണ്ട്, അവിടെ തുടങ്ങി, അവിടെ പോയി, അവിടെ ആ വാതിലിൽ പോയി. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മാത്രമാണ് പൗലോസ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് ഞാനിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. നമ്മൾ സഭകളെ അവഗണിച്ച് അല്ലെങ്കിൽ സഭയിലുള്ള ആളുകളുടെ വളർച്ചയെ നമ്മൾ വളരെ ഗൗരവമായിട്ട് മറ്റേ ഈ ചെറുകൊണ്ട് പറഞ്ഞാൽ മതിയോ, എന്നാൽ പിന്നെ ഇതാക്കാം. ഇതാണ് ഈ തിയോളജിക്ക് പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? തിയോളജിയുടെ ഈ നമ്മൾ പണ്ടത്തെ ക്ലോക്ക് കണ്ടിട്ടില്ലേ? ക്ലോക്കിൻ്റെ പെൻഡിലും എങ്ങനെ ആടുക അല്ലേ? ഇങ്ങനെ ആടുക അല്ലേ? ഫ്രം വൺ എക്സ്ട്രീം ടു അതർ എക്സ്ട്രീം. അപ്പോൾ ക്രിസ്തീയ തിയോളജി എങ്ങനെയാണ്? ഒന്നീ സുവിശേഷം പറയുക, അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനം. ഇത് രണ്ടും ചെയ്യാനായിട്ട് കഴിയണം. ഇതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിപ്പം നമ്മൾ ഈ മേഖല വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് പൗലോസിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു വേറൊരു 60-70% സമയം അവർ ഈ മേഖലയിൽ ചിലവഴിച്ചുകൊണ്ടാണ്. ആ പ്രാധാന്യത്തോടെ കണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊന്ന് അവഗണിച്ച് അങ്ങനെ പറഞ്ഞാലായിട്ട് സാധിക്കില്ല. കാരണം അങ്ങനെയുള്ള ഒരു ചിറക് കൊണ്ട് ഒരു പക്ഷി പറക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല.